ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നുണ്ടല്ലോ, നമുക്കിന്നൊരു ഈസി പായസം ആയാലോ? ആഹാ, എന്താ ഈസി പായസം എന്നല്ലേ? പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ് ഈസി പായസം. അതായത് 20 മിനിറ്റിൽ താഴെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇത് നമുക്ക് വെറും 15 മിനിറ്റ് മതിയെന്നേ. എന്നാൽ പിന്നെ നോക്കിയാലോ, ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നല്ല ഫാറ്റ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നമുക്ക് ഇത്തിരി ഫാറ്റ് കുറവായിരുന്നുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി പറയാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു കടായിലേക്ക് ഇത്തിരി നല്ല നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടേ? അതിലേക്ക് അണ്ടിപ്പരിപ്പ്, നമ്മുടെ മുന്തിരിയുണ്ട്, പിന്നെ വല്ല തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ഇട്ടോണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് ഇട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്രൈ ചെയ്തെടുത്ത് അതിനെ നമുക്കൊന്ന് കോരി മാറ്റിയേക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ വെളിച്ചെണ്ണയോ അല്ലാത്ത എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. എന്നാൽ പിന്നെ അതിനെ ഒന്ന് പതുക്കെ കോരി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ 1 ലിറ്റർ പാല് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്തിനാ, നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണ്ടേ? എന്നാൽ പിന്നെ അതിനെ ഒന്ന് നമുക്ക് തിളപ്പിക്കാനായിട്ട് ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഇളക്കി വേണമെങ്കിൽ കൊടുത്തേക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ വേണമെങ്കിൽ അതവിടെ നിന്ന് തിളക്കട്ടെ, അതിരുന്ന് തിളച്ചോളും. നമ്മളതിനെ നോക്കി അങ്ങ് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ മെയിൻ ആൾ ആരാ, നമ്മുടെ പനീർ എഴുതാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം, വേറൊന്നുമല്ല. ഈ പനീർ എന്ന് പറയുന്ന സംഭവമൊക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഗ്രേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ പകുതി കഷ്ണങ്ങളൊക്കെ ആയിട്ട് പോകും. അതിലും ഭേദം നമ്മൾ കൈകൊണ്ട് പൊടിച്ചെടുക്കുമെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ ഇത് കണ്ടോ, നല്ല ഈ തേങ്ങയൊക്കെ ചിരകി എടുക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ അത്ര ഒന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ പാല് പതുക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ അതിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഒരു ഇത്തിരി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ ഇത്തിരി വെള്ളം വറ്റിച്ചിട്ട് നമ്മുടെ പനീർ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതാണ് നല്ലതെന്ന് തോന്നുന്നല്ല, ആണ്. അപ്പോൾ എനിക്ക് വലിയ ക്ഷമയൊന്നും ഇല്ലാഞ്ഞ കാരണം ഞാൻ അതിൻ്റെ അകത്തേക്ക് പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് പതുക്കെ ഷാഷു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇളക്കിയൊക്കെ അങ്ങോട്ട് കൊടുത്തോളുക. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയുക, അതിൻ്റെ ഈ പനീർ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ചെറിയ നാരങ്ങാനീരൊക്കെ പാലിനകത്ത് ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ അതിനെ പിരിച്ചൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് പിരിഞ്ഞ് വരാൻ സാധ്യതയുണ്ട് നമ്മൾ പാലൊഴിച്ചു നമ്മുടെ പാലിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കും, അയ്യോ ഇത് പോയല്ലോ, ഇനി എന്നാ ചെയ്യുന്നത്, അത് പിരിഞ്ഞു പോയി, ഇനിയിപ്പോൾ കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ കണ്ടാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ശരിയാകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യം പാല് തിളപ്പിച്ചെടുക്കുമ്പോഴല്ലോ അതൊന്ന് പാല് ഏകദേശം ഒന്ന് വറ്റിച്ച് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാലിനെ തന്നെ കിട്ടുമല്ലോ, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ കണ്ടോ, പാലും വെള്ളവും രണ്ടായിട്ട് കിടക്കുന്നു. ശരിക്കും വെള്ളം അങ്ങോട്ട് പിരിഞ്ഞ് മാറി വന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഏകദേശം അത് വറ്റി വന്നു, ഏകദേശം നല്ലതായിട്ട് അത് വറ്റി വന്നോളൂ. അപ്പോൾ ആ കുറച്ച് വെള്ളം വറ്റിയ സമയത്ത് ഞാൻ ആ പഞ്ചസാരയും കൂടെ, അതായത് നമ്മളൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ അവനവൻ്റെ ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ 1 ലിറ്റർ പാലിന് 1/2 കപ്പ് പഞ്ചസാരയുടെ ആവശ്യമുള്ളൂ. അന്നേരത്തേക്കും തന്നെ ഏകദേശം മധുരം ആവുന്നുണ്ട്. പിന്നെ മധുരം കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അതിൻ്റെ ആ കട്ട പോലെ വന്നത് കാരണം തന്നെ അത് നന്നായിട്ടൊന്ന് ഉടച്ച് ഇങ്ങനെ ഈ എന്താ പറയുക, ഞെക്കി പോലെ നമ്മളതങ്ങ് മാറ്റി അങ്ങോട്ട് ഏകദേശം മാറ്റി അങ്ങ് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ വെള്ളമാണെങ്കിലും അത് വറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നോക്കിയേ, നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി, ആ പഞ്ചസാരയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം അതൊന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ 1 ലിറ്റർ പാലിൽ നിന്ന് 1 ഗ്ലാസ് പാലെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് തിരി താത്തി ഇട്ട് കൊടുത്തിട്ട് ഈ കോൺഫ്ലോറും നമ്മുടെ പാലിൻ്റെ മിക്സും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ടാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറുകിയിരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പനീർ ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിലും കൊള്ളത്തില്ല, പിരിഞ്ഞ് പോലെ കിടക്കത്തില്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് കുറുകിയും പോകണ്ട, ഒരുപാട് അങ്ങ് ലൂസായും പോകണ്ട കേട്ടോ. അപ്പോൾ അതാ ഇനി നമ്മൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ആക്കി റെഡിയാക്കി എടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ബട്ടർ ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി നെയ്യും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, കാരണം ആവശ്യത്തിന് നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ല രുചിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ചും പനീർ ഒരു പ്രത്യേക രുചിയാണ്. എന്താണ് അതിന് രുചി എന്ന് വെച്ചാൽ അറിയാൻ പാടില്ല. പക്ഷെ അത് കറി വെച്ചാൽ പോലും എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ പായസത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എങ്കിലേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ടാറ്റാ.